ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അത് വലിയൊരു വിഷയമാക്കി തന്നെ സിനിമാ സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഇത്തരത്തിൽ വലിയൊരു സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം, ഒരു സംവിധായകനും ഒപ്പം തന്നെ ഒരു പ്രൊഡ്യൂസറൊക്കെ എന്ന നിലയിൽ തന്നെ വലിയൊരു നഷ്ടം അത് വരുത്തി വെക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ആദ്യത്തെ നഷ്ടം തന്നെ എന്ന് പറയുന്നത്, ഇതൊരു തിയേറ്ററിൽ റിലീസ് ഫിക്സ് ചെയ്ത് എല്ലാം കൺഫേം ചെയ്ത് എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴാണല്ലോ ഈ സെൻസർ ബോർഡിൻ്റെ ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. ശരിക്കും അത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു, അന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ സെൻസർ ബോർഡിന് യാതൊരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ സെൻസർ ബോർഡ് മെമ്പേഴ്സിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഇത് തികച്ചും നമ്മുടെ ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണല്ലോ ഈ നിർദ്ദേശം വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് വർഷങ്ങളായിട്ട് സിനിമ എന്ന് പറയുന്നത്, നമ്മുടെ സിനിമയിലൂടെ എത്രയോ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, എത്രയോ നല്ല കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സിനിമയിൽ ഇതൊരു കടന്നുകയറ്റമാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ വിരുദ്ധവുമാണ്, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റവുമാണ്. ഇത്തരം ഒരു കാര്യം ഇവിടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ നമ്മൾ സിനിമാ സംഘടനകൾ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. രാഷ്ട്രീയമായ ഒരു ഇടപെടലായിരിക്കും. രാഷ്ട്രീയമായിട്ടാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ ഇതിനായിട്ട് നമ്മുടെ സമരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് സിനിമയിൽ രാഷ്ട്രീയമില്ലല്ലോ, രാഷ്ട്രീയത്തിന് അതീതമാണ് സിനിമ. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു കൂട്ടായ്മ, പലതരം രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണല്ലോ എല്ലാവരും. അപ്പോൾ ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയമില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കടുത്ത പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന ഒരു കാര്യമാണ് ഇത്തരം ഒരു കാര്യം. ഇത് മുഴുവൻ വെട്ടിമാറ്റി ഈ സിനിമ റിലീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സിനിമയോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. ഒപ്പം തന്നെയാണ് ഇന്നിപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെ ഒരു രീതി? ഇന്നിപ്പോൾ സൂചന പണിമുടക്കല്ല, സൂചനാ സമരം എന്ന് പറയുന്നത് മാത്രമേ പോയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇത് ഒരു സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസാണിത്. ഈ ഓഫീസിന് മുമ്പിലേ നമുക്ക് സാഹചര്യമുള്ളൂ ചെയ്യാൻ. ഇവിടുത്തെ ഓഫീസിനെതിരെയല്ല, ഈ ഓഫീസ് പൂർണ്ണമായും മലയാള സിനിമയ്ക്ക് അനുകൂലമായും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓഫീസാണ്. ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് ഇല്ല. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിഷേധം എന്ന് പറയുന്നത്, അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുക അല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി തന്നെയാണ് സിനിമാ സംഘടനകളൊക്കെയും രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം സംയുക്തമായി തന്നെ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇവർ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നു. ഒട്ടുമിക്ക നടന്മാരും ഒപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് എന്ന് പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായൊരു പ്രതിഷേധം ഇന്നൊരു ദിവസത്തേക്ക് തീർക്കുകയാണ്. യാതൊരു തരത്തിലും ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല എന്ന കാര്യവും ഇവർ വ്യക്തമാക്കുന്നു. എന്തുതന്നെയായാലും ശക്തമായ പ്രതിഷേധം, ഇന്നൊരു പ്രതിഷേധ സമരമായി ഇത് കണ്ടുകൊണ്ട് ഒപ്പം തന്നെ അധികൃതർ ഇതിലൊരു മാറ്റം വരുത്താൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവർ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.